നമസ്കാരം. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ കണ്ടത് യഥാർത്ഥ ഡീമണി തന്നെയെന്ന് ഉറപ്പിച്ച് അന്വേഷണ സംഘം. ഈ മണിയുടെ കോട്ടയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം രക്ഷപ്പെടുകയായിരുന്നു. ഡീമണിയുടെ യഥാർത്ഥ പേര് എം സുബ്രഹ്മണ്യം എന്നാണ്. അതിന്റെ ചുരുക്കപ്പേരാണ് MS മണി എന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു. ബാലമുരുകൻ ഡീമണിയുടെ സുഹൃത്താണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ബാലമുരുകനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. അതിന് തിരുവനന്തപുരത്ത് എത്തിക്കും. ദിണ്ടിഗലിൽ ചോദ്യം ചെയ്യുക അസാധ്യമാണെന്നാണ് വിലയിരുത്തൽ. ദിണ്ടിഗൽ പോലീസുമൊത്താണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം മണിയെ കാണാനെത്തിയത്. എന്നാൽ ചോദ്യം ചെയ്യലുമായി മണി സഹകരിച്ചില്ല. ദിണ്ടിഗൽ പോലീസും സഹായിച്ചില്ല. ഇതോടെ അവർ അവിടെ നിന്നും മടങ്ങി. വലിയ സങ്കേതമാണ് മണിയുടേത്. അയാൾ സ്വന്തം അഡ്രസ് പ്രൂഫ് ഉപയോഗിച്ചെടുത്ത ഫോണുകളൊന്നും ഉപയോഗിക്കുന്നില്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ബാലമുരുകൻ എന്ന ആളിന്റെ പേരിലെടുത്ത ഫോൺ ഉപയോഗിച്ചാണ് കൂടുതലും സംസാരിച്ചത്. അതിനിടെ പഞ്ചലോഹ വിഗ്രഹക്കടത്തിന് തെളിവൊന്നും ലഭിച്ചില്ലെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡീമണിയുടെ സംഘവും തമ്മിൽ ബന്ധമുണ്ട് എന്നതിന്റെ ചില സൂചനകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ വിളി വിവരങ്ങളിൽ ഡീമണിയുടെ സഹായി ശ്രീകൃഷ്ണന്റെ നമ്പർ വന്നതാണ് സംശയത്തിന് അടിസ്ഥാനം. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ഇത് ഉറപ്പിക്കാനാണ് ശ്രമം. തമിഴ്നാട് ദിണ്ടിഗലിലുള്ള ഓഫീസിലെത്തിയാണ് അന്വേഷണ സംഘം ഡീമണിയെ ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ദിവസം ഡീമണിയുടെ സഹായിയായ ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്തിരുന്നു. ശ്രീകൃഷ്ണൻ നേരത്തെ തമിഴ്നാട്ടിലെ ഇറീഡിയം തട്ടിപ്പ് കേസിൽ പ്രതിയാണെന്നും സ്ഥിരീകരിച്ചു. ശ്രീകൃഷ്ണനിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡീമണിയുടെ ഓഫീസിലേക്ക് SIT എത്തിയത്. എന്നാൽ പോലീസ് അന്വേഷിക്കുന്ന ഡീമണി താനല്ല എന്നും തന്റെ പേര് MS മണി എന്നാണെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. അത് അസത്യമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം കാണിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞ മണി തനിക്ക് കേരളവുമായി ഒരു ബന്ധവുമില്ലെന്നും പോലീസിനോട് പറഞ്ഞു. എന്നാൽ ഇത് ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള തന്ത്രം മാത്രമെന്ന് പോലീസ് വിലയിരുത്തി. പഞ്ചലോക വിഗ്രഹം കടത്തിയെന്ന ആരോപണം ഉന്നയിച്ച പ്രവാസി വ്യവസായിയും ഇതുതന്നെയാണ് താൻ ഉദ്ദേശിച്ച ഡീമണി എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതോടെ ജനുവരി 4, 5 തീയതികളിൽ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി പോലീസ് മടങ്ങി. ഡീമണി എന്ന് കരുതുന്ന വ്യവസായിയുടെ സ്ഥാപനങ്ങളിലും പോലീസ് പരിശോധന നടത്തി. 4-ാം തീയതിയിലെ ചോദ്യം ചെയ്യലിന് ശേഷമേ ദുരൂഹത നീങ്ങും. അതിനിടെ മണി രാജ്യം വിടാൻ സാധ്യതയുണ്ട്. ദിണ്ടിഗലിൽ ഇയാളെ നിരീക്ഷിക്കുക അസാധ്യമാണ്. ഈ സാഹചര്യത്തിൽ അന്വേഷകർ പ്രതിസന്ധിയിലുമാണ്. ഇന്നലെ നടത്തിയ പരിശോധനയിലും ചോദ്യം ചെയ്യലിലും ഡീമണി അന്വേഷണ സംഘത്തോട് സഹകരിച്ചില്ല. മണിയുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് SIT. അതേസമയം ശബരിമല സ്വർണ്ണക്കടത്തിന് പിന്നിൽ രാജ്യാന്തര ലോബിയുണ്ടോ എന്നറിയണമെങ്കിൽ ഡീമണിയുടെ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കണമെന്ന് അന്വേഷണ സംഘം പറയുന്നു. ഏറെ ദുരൂഹതകൾ മണിക്ക് പിന്നിലുണ്ടെന്നാണ് SITയുടെ സംശയം. താൻ ഡീമണിയല്ല MS മണിയാണ് എന്നായിരുന്നു ഡീമണിയുടെ വാദം. പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ഡീമണിയെ തന്നെയെന്ന് പ്രവാസി വ്യവസായിയും വ്യക്തമാക്കിയിട്ടുണ്ട്. മണിയുടെ സഹായി വിരുദ്ധനഗർ സ്വദേശി ശ്രീകൃഷ്ണന്റെ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു. ഡീമണി സാങ്കല്പിക കഥാപാത്രമല്ലെന്ന് കഴിഞ്ഞ ദിവസം ഉറപ്പിച്ചിരുന്നു. ഡീമണിയുടെ ദിണ്ടിഗലിലെ സ്ഥാപനത്തിൽ ഇന്നലെ രാവിലെയോടെയാണ് SITയുടെ നിർണായക റെയ്ഡ് തുടങ്ങിയത്. പക്ഷേ ആ റെയ്ഡ് വലിയ ഗുണമൊന്നും നൽകിയിട്ടില്ല. എന്തായാലും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഡീമണി ഹാജരാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. രാജ്യം വിടാനുള്ള ആസൂത്രണവും നടത്തുന്നുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ.